ഇന്നലെ എൻ്റെ ഇടവകയിലൊരു കുടുംബിയുടെ വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാറുണ്ട്, റിട്ടയർഡ് HM ആണ്, പ്രായമുണ്ട്. അപ്പോൾ സാറിങ്ങനെ മൈക്കിലൂടെ സംസാരിച്ചപ്പോൾ ഒരു സാഹിത്യകാരനെ കോട്ട് ചെയ്തിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചതാണ്, ക്രൈസ്റ്റ് ജനിച്ചു, ക്രൈസ്റ്റ് നന്നായൊക്കെ ഇവിടെ ജീവിച്ചു, കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, കുറേ ആൾക്കാരെ സാന്ത്വനപ്പെടുത്തി, മരിച്ചു, പക്ഷേ ക്രൈസ്റ്റിൻ്റെ റിസറക്ഷൻ അതൊരു കെട്ടുകഥയല്ലേ എന്ന് ചോദിച്ചു. അത് സാറിൻ്റെ സംശയമല്ല, ഒരു സാഹിത്യകാരൻ ചോദിച്ചായിട്ട് സാറ് പറഞ്ഞ ഇവരോട് ഉത്തരം പറയാൻ പറഞ്ഞു. അപ്പം ഞാനിന്ന് ചിന്തിച്ചത്, ഈ ഇത്രയും അറിവുള്ളൊരു സാറ്, ഇത്രയും ഫെയ്ത്തുള്ളൊരു സാറ്, ഇത്രയും പ്രായമുള്ളൊരു സാറ് ചോദിച്ചൊരു ചോദ്യമാണ്, ക്രൈസ്റ്റിൻ്റെ റിസറക്ഷൻ ഉണ്ടോ, ക്രൈസ്റ്റിൻ്റെ റിസറക്ഷൻ ഒരു കെട്ടുകഥയല്ലേ എന്നുള്ളത്. ഡൗട്ട്, സംശയങ്ങളുണ്ടാവാം. നമ്മൾ എത്ര വലിയ ആൾക്കാരാണ്, എത്ര അറിവുണ്ട്, എത്ര വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ സംശയങ്ങളുണ്ടാവും. ഇന്നത്തെ ഗോസ്പൽ അതാണ് നമ്മൾ പറയുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ നമ്മൾ കാണുന്നത്, ഈശോ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സ്ത്രീകളിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവൻ, ദ ഗ്രേറ്റസ്റ്റ് വൺ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയവൻ എന്നുള്ള ഒരു പട്ടാണ് ഈശോ യോഹന്നാന് കൊടുക്കുന്നത്. ആ യോഹന്നാനാണ് സംശയം ഉണ്ടാകുന്നത്. എന്താ സംശയം? നീ വരാനിരിക്കുന്ന രക്ഷകൻ തന്നെയാണോ? ഇവർ കസിൻസാണ്, ഇവർ ഒരുമിച്ച് വളർന്നു വന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. എന്നിട്ടും യോഹന്നാൻ ജയിലിലാകിയപ്പോൾ ആ ഇരുട്ടിലിരുന്നപ്പോൾ ചിന്തിക്കുകയാണ്, ഇവൻ തന്നെയാണ് രക്ഷകൻ. ഡൗട്ട്. യോഹന്നാന് പോലും ഡൗട്ട് ഉണ്ടായെന്നുള്ളതാണ്. മദർ തെരേസ, നമ്മുടെ വിശുദ്ധയായ മദർ തെരേസയ്ക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. മദർ തെരേസയുടെ സംശയങ്ങൾ മാത്രമുള്ള ലെറ്റർ വെച്ചിട്ടൊരു പുസ്തകമുണ്ട്, മദർ തെരേസ ബി മൈ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് മദർ തെരേസയുടെ ഡൗട്ട് എഴുതിയേക്കണം, ദൈവം ഉണ്ടെന്നുള്ള സംശയം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, മുഴുവൻ ഇരുട്ടാണെന്നൊക്കെ മദർ തെരേസ സ്പിരിച്വൽ ഫാദറിന് എഴുതിയ കത്തുകളാണ്. അപ്പോൾ വലിയ വിശുദ്ധർക്കും ഡൗട്ടുകൾ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഡൗട്ടിങ് ഈസ് നോട്ട് ബാഡ്, ഡൗട്ടിങ് ഈസ് നോട്ട് വീക്ക്നെസ്, ഡൗട്ടിങ് ഈസ് ഗുഡ്. ഡൗട്ട് ഈസ് ഗുഡ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, സംശയങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ആദ്യം അതാണ് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, കം ലെറ്റ് us റീസൺ ടുഗെദർ. ദൈവമാണ് പറയണത്, ഇസ്രായേൽക്കാരോട് പറയണം. ഇസ്രായേൽക്കാർ കുറേ പേര് ഇങ്ങനെ വേറെ ദൈവത്തിൻ്റെ ഒക്കെ പുറകെ പോയപ്പോഴേക്കും ദൈവം അവർ വിളിച്ചിട്ട് പറഞ്ഞു, കം ലെറ്റ് us റീസൺ ടുഗെദർ, വാ നമുക്കൊരു മേശയുടെ അപ്പുറം ഇരുന്നിട്ട് സംസാരിക്കാം. നമ്മളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ലോജിക്കലായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട്, ദൈവം തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പറഞ്ഞ വാ നമുക്ക് സംസാരിക്കാം. അതാണ് സംശയം എന്ന് പറയണത്. സംശയങ്ങൾ ഉണ്ടെങ്കിലാണ് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കലല്ല. അതൊരു വിശ്വാസിയുടെ വളർച്ച ഉണ്ടാവുന്നില്ല.